നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഗാർഹിക പീഡന പരാതിയിൽ കേസെടുത്ത ബി.ജെ.പി. തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രി OJ ജനീഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും CPIM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി. കുട്ടംകുളം പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ആൽത്തറയ്ക്കൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പ്രതിഷേധ ധർണ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR വിജയ ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ അധ്യക്ഷത വഹിച്ച ധർണയിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ പ്രസംഗിച്ചു. ഏരിയ കമ്മിറ്റി അംഗം ഡോക്ടർ KP ജോർജ് സ്വാഗതവും വത്സല ബാബു നന്ദിയും പറഞ്ഞു. ആസൂത്രണം കൃത്യമായി അറിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഭാവിയിൽ രാജ്യത്തെ ഉണ്ടാക്കാൻ പോകുന്ന ആ മണ്ഡലങ്ങളിലേക്ക് തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കമ്മിറ്റിയുടെ പുനഃസംഘടനകൾ നടത്തിക്കൊണ്ട് അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ജില്ലകളാണ് കേരളത്തിലടക്കം ഉണ്ടായിട്ടുള്ളത്. അവിടെ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ശ്രീമാൻ AR ശ്രീകുമാർ എന്ന് പറയുന്ന ആൾ. ഇരിഞ്ഞാലക്കുടക്കാരനല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ അല്ലെങ്കിൽ തൃശൂർ ജില്ലയിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരാൾ കൂടിയാണ്. അത് പ്രസിദ്ധിയാണോ കുപ്രസിദ്ധിയാണോ എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഒരു പീഡനത്തിന് അല്ലെങ്കിൽ ഒരു ഭർത്താവ് പീഡിപ്പിച്ചു അല്ലെങ്കിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഒരു ആശുപത്രിയിൽ വരുമ്പോൾ തന്നെ അവരുടെ മാരകമായിട്ടുള്ള പരിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ അഡ്മിറ്റ് ആക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷെ അപ്പോഴേക്കും വലിയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, ഭരണപരമായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടിക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കുന്നില്ല ഗവൺമെന്റ് ആശുപത്രി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ MLA വിളിക്കുകയാണ്. ആ MLAയിൽ നിന്നും വളരെ മോശമായിട്ടുള്ള, അതായത് ഒരു സഹായകരമായിട്ടുള്ള ഒരു നിലപാടല്ല ആ പെൺകുട്ടിക്ക്. തൃശൂർ റവന്യൂ ജില്ലയിൽ നിന്നും നാടുകടത്തിക്കൊണ്ടുള്ള സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമമടക്കം 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കല്ലേറ്റിങ്ങര വടക്കുമുറി സ്വദേശി വടക്കേടത്ത് വീട്ടിൽ കണ്ടാരൻ രാജു എന്നറിയപ്പെടുന്ന 46 വയസ്സുള്ള രാജുവിനെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നിരന്തരം പൊതുസമാധാനത്തിന് ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് കാപ്പ നിയമപ്രകാരം ഇയാളെ 1 വർഷക്കാലത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ നിന്നും നാടുകടത്തിയത്. തുടർന്ന് ഇയാൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കാപ്പ നിയമപ്രകാരമുള്ള സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ച് ഇയാൾ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂഞ്ഞേലിയിൽ എത്തിയതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
രാജു ചാലക്കുടി, ആളൂർ, കൊടകര, വയനാട്, കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസിലും വീട് കയറി ആക്രമിച്ച് സ്ത്രീകളെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ 2 കേസുകളിലും 3 അടിപിടി കേസുകളിലും മദ്യലഹരിയിൽ മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനം ഓടിച്ച കേസുകളിലുമടക്കം 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമുദ്ദീന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി SI വിശാഖ്, ആളൂർ SI മനു പി ചെറിയാൻ, ഗ്രേഡ് SI കൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിജോ, സിവിൽ പോലീസ് ഓഫീസർ രംഗേഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. എടതിരിഞ്ഞി HDP സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച MLA എക്സലൻസി വിദ്യാഭ്യാസ അവാർഡ് വിതരണം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA നിർവഹിച്ചു. സ്കൂൾ മാനേജർ MK മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MPTA പ്രസിഡന്റ് അജന്ത രമേശ്, EN പീതാംബരൻ, മുരളി മണക്കാട്ടുംപടി, CS ഷാജി, NR ഗോപാലകൃഷ്ണൻ, ഷൈജു NG എന്നിവർ പ്രസംഗിച്ചു. പ്രധാന അധ്യാപിക സ്മിത CP സ്വാഗതവും ആനി ജോർജ് നന്ദിയും പറഞ്ഞു. ഇവിടെ ഞാൻ എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിയിട്ടുള്ള SSLCക്കാരെയും +2കാരെയും മാത്രം അഭിനന്ദിക്കാൻ വേണ്ടി വന്നതല്ല, മൊത്തം സ്കൂളിൻ്റെയും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി സ്കൂളിൽ അഭിനന്ദിക്കാനും നിങ്ങളുടെ ഒപ്പം ഞാനൊക്കെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. പല രീതിയിലും A+ വാങ്ങുന്ന കുട്ടികളെ മാത്രം അഭിനന്ദിക്കാനാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിൽ ടൗണിൽ പ്രോഗ്രാം നടത്താൻ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാം. പക്ഷെ അതല്ല, വരണം, ഒന്ന് മനസ്സിലാക്കണം, പരിചയം പുതുക്കണം, നന്നായി ബന്ധം കൊണ്ടുപോകണം, എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടി ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ ഈ വിദ്യാലയത്തിൽ പരീക്ഷ 150 കുട്ടികളാണ് SSLC പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയിട്ടുള്ളത്. 150 കുട്ടികൾ പരീക്ഷ എഴുതി 8 കുട്ടികൾ ഫുൾ A+ വാങ്ങി എന്ന് മാത്രമല്ല, ഈ ഫുൾ A+ അടുത്ത് വാങ്ങിയിട്ടുള്ള കുട്ടികളുണ്ട്. അതിനോടൊപ്പം കുറച്ചുകൂടി അകലെ മാർക്ക് വാങ്ങി നിൽക്കുന്ന കുട്ടികളുണ്ട്. അവരെല്ലാവരും അറിയിക്കുന്ന കുട്ടികളാണ്. തന്നെയുള്ള മറ്റൊരു മികച്ച കാര്യം, ഈ 150 കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ ആരും പരാജയപ്പെട്ടില്ല വിദ്യാലയത്തിൽ നിന്ന്. അത് ശ്രേഷ്ഠമായൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും വിജയിപ്പിച്ച ഫുൾ വിജയം കരസ്ഥമാക്കിയ ഒരു വിദ്യാലയം എന്നതിലേക്ക് ഞാൻ ഈ SSLC വിഭാഗത്തെ, സ്കൂൾ വിഭാഗത്തെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA സംസ്കൃതത്തിൽ 1ാം റാങ്ക് നേടിയ കൃഷ്ണേന്ദു ജയകൃഷ്ണനെ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA വസതിയിലെത്തി അനുമോദിച്ചു. എല്ലാ ആശംസകളും കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. കൃഷ്ണേന്ദു ജയകൃഷ്ണൻ BA സംസ്കൃത പരീക്ഷയിൽ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1ാം റാങ്ക് നേടിയിരിക്കുകയാണ്. ഈ മിടുക്കി ജയകൃഷ്ണന്റെ സ്വാമിയുടെ പ്രിയപ്പെട്ട മോളാണ്. MG സർവകലാശാലയിൽ നിന്ന് റാങ്ക് വാങ്ങിക്കുന്നതിന് മുമ്പ് +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും ഈ മിടുക്കി ഫുൾ A+ വാങ്ങിക്കുകയുണ്ടായി. അതുപോലെ 10th സ്റ്റാൻഡേർഡിലും മിടുക്കിയായി തന്നെ ഫുൾ A+ വാങ്ങിച്ചു. പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BA സംസ്കൃതത്തിൽ 1ാം റാങ്ക് നേടിയിട്ടുള്ള കൃഷ്ണേന്ദുവിനെ കൃത്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സീനിയർ ഫെലോഷിപ്പിന് അർഹനായ കലാനിലയം ഗോപി ആശാനെ ഇരിങ്ങാലക്കുട ശ്രീ സംഗമേശ്വര റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മണി മേനോൻ ആന്തപ്പള്ളി, ട്രഷറർ NV ബിമൽ, കമ്മിറ്റി അംഗങ്ങളായ ഹരികുമാർ തളിയക്കാട്ടിൽ, മോഹൻ K, ജയശങ്കർ PS, സേതുമാധവൻ നമ്പ്യാർ എന്നിവർ പങ്കെടുത്തു. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.